റഷ്യ ഉക്രൈൻ പ്രതിനിധികളുടെ ചർച്ച അടുത്ത ആഴ്ച യുഎസിലെ ഫ്ലോറിഡയിൽ നടക്കും. അബുദാബിയിൽ യുഎസ് മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ ആശാവഹമല്ലാതെ നീണ്ടുപോകുന്നത് ആശങ്കാജനകമാണ്. റഷ്യയുടെ കൈവശമുള്ള ഉക്രൈന്റെ ഭൂപ്രദേശം പൂർണ്ണമായി വിട്ടുനൽകണമെന്ന ഉടമ്പടി ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നതിനാൽ ഭാവിയിലെ കയ്യേറ്റത്തിന് തടയിടാൻ ഉതകാത്ത കരാർ അനുവദിക്കില്ലെന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്ക ജൂൺ മാസത്തോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ശനിയാഴ്ച റഷ്യ ഉക്രൈന്റെ ഊർജ്ജ മേഖലയെ ആക്രമിച്ചുകൊണ്ട് 400-ലധികം ഡ്രോണുകളും 40ഓളം മിസൈലുകളും വിക്ഷേപിച്ചതോടെ ആക്രമണങ്ങൾ തുടരുന്നു. പവർ ഗ്രിഡ്, ജനറേഷൻ സൗകര്യങ്ങൾ, വിതരണ സബ്സ്റ്റേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ട് പതിവ് റഷ്യൻ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. നിലവിൽ ഇരു സൈന്യവും നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ നിലനിർത്തി യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിർദ്ദേശം ഉക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയ്ക്ക് ഇത് സ്വീകാര്യമല്ല. ഡൊണറ്റ്സിൽ യുക്രൈന് നിയന്ത്രണത്തിലുള്ള പ്രദേശം ഒരു രാജ്യത്തിനും സൈനിക സ്വാധീനമില്ലാത്ത സ്വതന്ത്ര സാമ്പത്തിക മേഖലയാക്കി മാറ്റി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് യുഎസിന്റെ ആവശ്യം. അങ്ങനെ സാമ്പത്തിക മേഖലയുണ്ടാക്കുകയാണെങ്കിൽ നീതിപൂർവവും കൃത്യവുമായ ചട്ടങ്ങൾ വേണമെന്ന് സെലൻസ്കി പറഞ്ഞു. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച കയ്യേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ റഷ്യ പിടിച്ചെടുത്ത സ്പോറീസിയ ആണവ നിലയത്തിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയും തർക്കമുണ്ട്. അതിനിടെ പടിഞ്ഞാറൻ യുക്രൈനിലെ 2 വൈദ്യുത നിലയങ്ങൾക്ക് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഉക്രൈന് പോളണ്ടിന്റെ അടിയന്തര സഹായം തേടേണ്ടിയും വന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.